ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെയായിരുന്നു, ഈ ഒരു പൊതിച്ചോറിന്റെ പിന്നാലെ. ഒരുപാട് നാളായില്ലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ സർ. ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരെ ഹെൽപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം. അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും എത്തും. ഗുഡ് മോർണിംഗ്, എല്ലാവരും ഉറങ്ങി എണീറ്റോ? ഇപ്പം സമയം 5:45. അപ്പോൾ ഇന്നലെ തുടങ്ങിയ പാചകം ഇപ്പം ഏകദേശമൊക്കെ എടുത്തെത്താറായിട്ടുണ്ട്. നമ്മുടെ ക്യാബേജ് എത്തി, ചോറിനുള്ള കുക്കറിൽ ഇട്ടിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ചോറ് വയ്ക്കേണ്ടി വരും. പിന്നെ പായസം വെക്കണം, പിന്നെ പപ്പടം വറുക്കണം, കൊണ്ടാട്ടമുണ്ട് അത് വറുക്കണം, പിന്നെ രസവും മോര് വെള്ളം. സമയം കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും, ഉറപ്പ് പറയില്ല, കാരണം സമയം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി കറികളൊക്കെ അതേ അവിടെ സെറ്റായിട്ടുണ്ട്. ഇന്നലെ ഒരു 4 മണിയായപ്പോൾ തുടങ്ങിയ നമ്മുടെ ആ ഇത് ഇപ്പോൾ ഈ നിമിഷം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത്രയും വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതേപോലെ തന്നെ വരണം എന്നാണ് ആഗ്രഹം. വരുമായിരിക്കും അല്ലേ? എല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ. നല്ല മഴയാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ? പോവാൻ റെഡിയായോ? വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ടോ? തിരുവോണമായിട്ട് മറ്റേ തൃക്കരപ്പനൊക്കെ വെച്ചോ? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും ചേട്ടൻ്റെ വീട്ടിലാണ് പരിപാടി നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മമ്മ മരിച്ചിരിക്കുകയാണ്, വാലായനെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ അവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഓണം. എല്ലാവരുടെ ഓണം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ. ഞങ്ങൾ കുക്ക് ചെയ്യുന്ന വീഡിയോ അധികം ഞങ്ങൾ എടുത്തില്ല, കാരണം കുക്കിങ്ങും പാചകടിയും ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എക്സ്പേർട്ടല്ല രണ്ടും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ബാക്കി വിശേഷം നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇനി പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വരാം. അപ്പോൾ ബാക്കി ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. ആയോ? ഇത് സാമ്പാർ, ഇതേ നല്ല കുറുക്ക് കാളൻ, ഇത് അവിയൽ. ഇപ്പം ഉണ്ടാക്കിയുള്ളതാണ്, മൂടി വയ്ക്കാത്ത, ചൂടൊന്നും പൊട്ടേന്ന് കരുതി. ഇതിലും സാമ്പാർ ഇങ്ങാട്ടോ. മത്തങ്ങ പയർ എലിശ്ശേരി, അച്ചിങ്ങ ഒലത്തിയത്. അപ്പം ഇനി പപ്പടം വറുക്കണം, കൊണ്ടാട്ടം ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം, ചോറ് വയ്ക്കണം. ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പോൾ ഒരുപാട് കറികളൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു പൊതിച്ചോറ് പ്ലസ് പായസം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പായസത്തിൻ്റെ പണികൾ തുടങ്ങാൻ പോവാണ്. സേമിയയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പായസം. സേമിയ ഒന്ന് ഒടിച്ചെടുക്കട്ടെ കേട്ടോ. എനിക്ക് കുഞ്ഞായിരുന്ന സമയത്ത് ഈ സേമിയ ഇങ്ങനെ ഒടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഇപ്പം നമുക്ക് വേറെയും കുറേ പണിയുള്ളതുകൊണ്ട് ഇപ്പം മടിയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സേമിയ ഒടിച്ചെടുക്കാൻ ഇഷ്ടമാട്ടോ. അവിടെ വീട്ടിലൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ അമ്മേനോട് ഞാൻ പറയും, ഞാൻ ഒടിച്ചുതരാം അമ്മേനും പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോകും. എന്താണെന്നറിയില്ലെങ്കിൽ ഇമ്മേനോട് ഒടിക്കും. എല്ലാവരുടെ വീട്ടിലെന്താ പായസം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസം പാലടയാണ്. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പാലട ഉണ്ടാക്കാൻ ഒരു റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. നല്ല വലിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും. ശരിയാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. മറ്റേത് നല്ല ഉരുളി വേണം, നന്നായിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി കുറുക്കി, എന്നാലാണല്ലോ ആ സദ്യ ടേസ്റ്റിലുള്ള ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ടച്ച് നമുക്ക് കിട്ടുള്ളൂ. കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കഴിക്കുന്നവരുടെ മനസ്സൊന്നും അറിയണം. ഇതുപോലെ അവർ പറയണം, നല്ല ഫുഡായിരുന്നു കേട്ടാന്ന് പറയണം. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ,
അത് വേറെ ഒന്നിനും കിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഓണക്കോടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. കാരണം കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ സുഖമില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കുറേ അതും ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ. നമ്മളുണ്ടാക്കിയൊരു ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുക, എന്നിട്ട് അതിന് നല്ല അഭിപ്രായം പറയുക, അത് ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഞാൻ കുറേ അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ പേര് എന്നോട് പറയാറുണ്ട്, ഇന്നവരാരും ഞാൻ ഉണ്ടാക്കിയ കേക്ക് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ആ അതേ കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കിട്ടിയ അതേ റെസ്പോൺസിബിലിറ്റിയിൽ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതും നല്ലതായിട്ട് വരണം, കഴിക്കുന്നവർ പറയണം നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയണം. അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് പായസത്തിനിത് വറുത്തെടുക്കാം കേട്ടോ. ക്വാളിറ്റി വലുതാന്ന് തോന്നുന്നുണ്ട് ഒടിച്ചു വന്നപ്പോൾ. ഇനിയിപ്പോൾ ഇത് മതി. ഇത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശരിയാവും. ഇതുപോലത്തെ ഒരു കവർ ഫുള്ളാണ് ഞാൻ എടുത്തേക്കണം പായസം ഉണ്ടാക്കാനായിട്ട്. നമ്മളൊരു 30 പേര് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മതിയാവായിരിക്കും ഉണ്ടാക്കാം. നമുക്ക് ഒരു 400 ഗ്രാമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. ഇത് മതിയാവായിരിക്കും, ഇത് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചേട്ടൻ്റെ പായസത്തിനുള്ള സേമിയ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചത് കേട്ടോ. ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി കുറച്ച് നേരം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് വേഗം കൊടുത്തു കേട്ടോ. കാരണം കുറേ നേരമായി ഞാനിവിടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് നേരം ചേട്ടൻ ചെയ്യട്ടെ. ചേട്ടനുള്ള പണി ഞാനിവിടെ വച്ചിട്ടുണ്ട്. ചോറ് അതിൻ്റെ എല്ലാ ചുമതലയും ചേട്ടനാണ് ഞാൻ ഇന്ന് ഏൽപ്പിച്ച് കൊടുത്തേക്കുന്നത്. കറികളൊക്കെ ഞാൻ സെറ്റാക്കി, ചോറ് ചേട്ടനോട് സെറ്റാക്കി കളഞ്ഞു. അപ്പോൾ ഇനി പായസമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പായസത്തിനുള്ള പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് സേമിയ ഇടാം. ചോറ് ഇതേ ഇവിടെ റെഡി ആയിട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടണം. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. നമ്മുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അടുപ്പും വേണം. ഈ ഒരു അടുപ്പ് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ പുകയില്ലാത്ത അടുപ്പാണ്, പക്ഷെ അതൊന്ന് വയ്ക്കാൻ എനിക്കെന്തോ മടി. കൈ പൊള്ളണം, നല്ല ചൂടുണ്ട്. വേണ്ട. ക്യാമറയിൽ കാണാൻ ഒരു ഭംഗിക്കാണ് ഞാൻ മറ്റോണം ചെയ്തത്, പക്ഷേ കൈ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അങ്ങനെ കേട്ടു. മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതേ ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേട്ടനാട്ടോ ഇന്ന് ചായ വെച്ചത്. ഇന്നലെയും ചായ വെച്ചത് ചേട്ടനാണ്, ഇന്നും ചായ വെച്ചത് ചേട്ടനാണ്. ഞാനപ്പോൾ അത് ഓഫ് ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. കടുപ്പത്തിൽ ആക്കിയതാണ്, കാരണം നല്ലൊരു സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. കുറച്ച് നേരമായിട്ട് നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചായ കുടിച്ച് നല്ല സ്ട്രോങ് ആവട്ടെ അല്ലേ. അപ്പം ഇനി ഇതിൻ്റെ വിസിൽ പോയിട്ട് ചോറ് ഊറ്റണം, പായസമാക്കണം, പപ്പടം വറുക്കണം, കൊണ്ടാട്ടം വറുക്കണം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, മോര്, പച്ചമോരും അതുപോലെ തന്നെ രസവും ഉണ്ടാക്കും. അതുകൂടി കഴിഞ്ഞു. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുകൊടുക്കുകയാണ്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്, ത്രില്ലടിച്ചിരിക്കുകയാണ്. എങ്ങനെയാവും, ആർക്കായിരിക്കും കൊടുക്കുക, അവരെവിടെയായിരിക്കും,
ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിക്കും. ചേട്ടനോട് ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടാ മഴയാണ്, ഓണമാണ്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ ചേട്ടൻ പറയും, അതിനെന്താണ്, ഉണ്ടാവും. ഓണായാലും ഓണത്തിന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ അവിടെ ഇവിടെയും ഇരിക്കുന്ന കുറേ അച്ഛനമ്മമാരും കുറേ പേരുണ്ടാവും എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം, കൊണ്ടു നടക്കാം. എൻ്റെ ജീവിതത്തിലും ചേട്ടൻ്റെ ജീവിതത്തിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പൈസയായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോണത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ല രീതിയിലാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാമെന്ന് എല്ലാവരും ചെയ്യാം കേട്ടോ. ഞങ്ങളിത് വീഡിയോ എടുക്കുന്നത് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിച്ചതെന്ന് പലരും പറയും. അപ്പോൾ അല്ല, ഞങ്ങളിങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിച്ചു തരാനും കൂടിയാണ്. അതുപോലെ പ്ലസ് ഒരു മാതൃക, അതായത് ഞങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളൊരു 30 സദ്യ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളെപ്പോലെയുള്ളവരും ഞങ്ങളെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം മറ്റുള്ളവർക്ക് കൂടി ചെയ്യാൻ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത്. പലരും വിചാരിക്കും, ഓ ഒരു 30 ചോറ് അതിനിപ്പോൾ ഇത്ര വലിയ ഹൈപ്പ് ഇട്ട് വീഡിയോ ഒക്കെ ചെയ്യണം എന്തിനാ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് കൂടിയാണ് പറയണേ, ഞങ്ങൾക്കിത് വലിയ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത അവരറിയണ്ടേ നിങ്ങൾ തന്ന ആ ഒരു സ്നേഹം. ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രമല്ല ഇതേപോലെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയണം. അതേപോലെ നിങ്ങളും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെയൊക്കെ സഹായിക്കാൻ മറ്റുള്ളവരെ, അതും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇനി പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഫുള്ള് ഒഴിക്കുന്നുണ്ട് കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. തീ കുറച്ച് വെക്കട്ടെ, മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ പെട്ടെന്ന് അടി പിടിക്കുന്ന പറയാം. അപ്പോൾ ഇനി മധുരം ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ആട്ടോ ഇനി ഇടയുക. ഇത് ഒരു ടിന്നെ മേടിച്ചിട്ടുള്ളൂ. മിൽക്ക് മെയ്ഡ് ഇല്ലാതെ എന്ത് പായസം അല്ലേ? ഞാൻ എന്ത് പായസം ഉണ്ടാക്കിയാലും മിൽക്ക് മെയ്ഡ് വയ്ക്കും കേട്ടോ. എനിക്ക് അതിൻ്റെ ആ ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഇനി അടുത്തതായിട്ട് പപ്പടം വറുക്കാണ്. നമ്മുടെ പായസം റെഡിയായി. ഫസ്റ്റ് ട്രിപ്പിൽ വെച്ചായിരുന്നു ചോറ് റെഡിയായി. അടുത്ത രണ്ടാമത്തെ ട്രിപ്പിനുള്ള ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പപ്പടം കൂടി വറുത്ത് ഒരു കൊണ്ടാട്ടം കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ തീരും. ഇനി നമുക്കിതൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കണം. കറികളൊക്കെ ആദ്യം വെച്ച കറികൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി വറുത്ത് കഴിഞ്ഞാൽ തീരും. എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. വരട്ടെ അല്ലേ? അപ്പോൾ ദേ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കഥാനായകനാണ് ഇന്നത്തേക്കുള്ള ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ എൻഡിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അവസാനം പാക്കിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കാൻ വീഡിയോ തീരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണോ? ഇല്ല, നമ്മുടെ എൻഡിൽ കുറച്ചുകൂടി ഒന്ന് കാണിച്ചു എന്നിട്ട് നിർത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഫുഡ് കൊടുക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോവും. ഫസ്റ്റ് ട്രിപ്പ് ചോറ് ഇവിടെ ഊറ്റുന്നു, സെക്കൻഡ് ട്രിപ്പ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണാം. ദിവസമായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു, ഈ ഒരു പൊതിച്ചോറിൻ്റെ പിന്നാലെ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒരു 95% നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കറികളും ചോറും പായസവും അത് വെക്കാനുള്ള പാത്രമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പപ്പടമാണ് ഈ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും പാക്ക് ചെയ്യണം.
അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പാക്കിങ്ങിൻ്റെ വീഡിയോയും അത് കൊടുക്കുന്ന വീഡിയോയും കൊടുക്കുന്നതും നമ്മൾ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ, ലവ് യു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാലാണ് ഞങ്ങൾക്ക് ഒരു പ്രചോദനം കിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ചെയ്ത നല്ല കാര്യമാണെന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിയുന്നത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ്. ഞങ്ങൾ ഈ ചെയ്ത ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ. ഹാപ്പി ഓണം എവരിബഡി. ബൈ.